ദൈനംദിന ജീവിതത്തിലെ വ്യത്യസ്തമായ അനുഭവങ്ങൾ മൂലം മാനസികവും ശാരീരികവും ആരോഗ്യപരമായി സംഘർഷാവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടേത്. അതിന്റെ ഭാഗമായി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുകയും കുടുംബ ബന്ധങ്ങൾ തകരുകയും ആത്മഹത്യയിലേക്ക് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ നമ്മൾ ദിവസവും തന്നെ കാണാറുണ്ട്. ഇത്തരം മാനസികാവസ്ഥകൾ അനുഭവിക്കുന്നവർക്ക് നല്ലൊരു ഉപദേശമായി നല്ലൊരു തീരുമാനമെടുക്കാനായി ഞങ്ങളുണ്ട് നിങ്ങൾക്കരികിൽ. മാസ്റ്റർ മൈൻഡ് കൗൺസിലിംഗ് സെന്റർ. വയനാട് സുൽത്താൻ ബത്തേരി താലൂക്ക് ഹോസ്പിറ്റലിന് സമീപമായിട്ടാണ് മാസ്റ്റർ മൈൻഡ് കൗൺസിലിംഗ് സെന്റർ പ്രവർത്തിച്ചു വരുന്നത്. വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയയും ആരെയും ആകർഷിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറും മാസ്റ്റർ മൈൻഡിലേക്ക് വരുന്ന ആരെയും പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടുത്തും. ഇതാണ് നമ്മുടെ മാസ്റ്റർ മൈൻഡിന്റെ MD. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്തായിരുന്നു പേരെന്തായിരുന്നു? ഞാൻ ഡോക്ടർ ബ്രിജിത് ജോസഫ്. നമ്മളിവിടെ കൗൺസിലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി കൗൺസിലിംഗ് ഉണ്ട്, ഡി അഡിക്ഷൻ കൗൺസിലിംഗ് ഉണ്ട്, പിന്നെ കുട്ടികൾക്കുള്ള കൗൺസിലിംഗ്, എല്ലാ വിധത്തിലുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള കൗൺസിലിംഗും തെറാപ്പികളാണ് ഇവിടെ നടത്തുന്നത്. റെമഡിയൽ ട്രെയിനിങ്, അതായത് പിന്നെ ലേണിംഗ് ഡിസോർഡർ ഉള്ള കുട്ടികൾക്ക്, അവരുള്ള അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള പിന്നെ റെമഡിയൽ ട്രെയിനിങ് എന്ന് പറയും, അത് കൊടുക്കുന്നുണ്ട്. കൊറോണ കാലഘട്ടത്തിലാണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് വന്നു തുടങ്ങിയത്. കൊറോണ കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടിയിട്ട് കുറച്ചുകൂടെ തെറാപ്പികളൊക്കെ കൊണ്ടുവരാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് കുറച്ചുകൂടെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് എത്ര റൂംസുകൾ, എങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് അറേഞ്ച്മെന്റ്സ്? ഞങ്ങളിവിടെ നമുക്കിപ്പം ഇതൊരു കൺസൾട്ടിംഗ് റൂം ഉണ്ട്, പിന്നെ അടുത്ത ഒരു റെമഡിയൽ ട്രെയിനിങ് കൊടുക്കുന്ന റൂം, പിന്നെ ഒരു കൗൺസിലിംഗ് റൂം ഉണ്ട്, കൺസൾട്ടിംഗ് ആയിട്ടുള്ള റൂമുകളുണ്ട്. പിന്നെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും വെച്ചിട്ട് തന്നെ തുടങ്ങുന്നത്. പിന്നെ ഇതിന് പുതിയ റൂമുകൾ എടുക്കുന്നത് അതേപോലെ തന്നെ കൂടുതൽ സൗകര്യങ്ങളോടുകൂടി തെറാപ്പികൾക്കുള്ള റൂമുകൾക്കൊക്കെ കൺസൾട്ടിംഗ് റൂമുകൾ ഉദ്ദേശിച്ചിട്ടാണ് വരുന്നത്. സമയം എടുക്കാതെ, അത് ഒരു ദിവസം കൊണ്ട് തന്നെ പരമാവധി തീർത്ത് വിടുന്ന രീതിയിലാണ് ചെയ്യുന്നത്. കൂടുതൽ ഇപ്പൊ എല്ലാവരും പിന്നെ തിരക്കുള്ള ആളുകളാണ്, അപ്പൊ അതുകൊണ്ട് വരുന്ന സമയം അവർക്ക് കൂടുതൽ സമയം കൊടുത്തുകൊണ്ട് നമ്മൾ ആ ഒരു സെക്ഷൻ തീർക്കാനാണ് ശ്രമിക്കുന്നത്. പിന്നെ അതിന്റെ ഫോളോ അപ്പുകൾ ഉണ്ടാവും. അപ്പൊ സാറല്ലാതെ വേറെ ഡോക്ടേഴ്സ്? ഞാൻ പിന്നെ സൈക്കാട്രിസ്റ്റ് ഡോക്ടറുടെ സേവനം നമുക്കുണ്ട്, പിന്നെ കൗൺസിലേഴ്സ് വേറെ ഉണ്ട്, ട്രെയിനേഴ്സ്, റെമഡിയൽ ട്രെയിനേഴ്സ് ഒക്കെ ഉണ്ട്. അഡ്ജസ്റ്റ്മെന്റുകൾ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തുറന്ന് സംസാരിക്കുക, അതിനുള്ള തെറാപ്പികൾ കൊടുക്കുക, തെറാപ്പികൾ കൊടുത്തിട്ട് ആ ഒരു ഇത് മാറ്റിക്കൊണ്ടുവരിക. പിന്നെ അതനുസരിച്ച് നമുക്ക് മെഡിസിൻ ആവശ്യമുള്ളവരെ നമ്മൾ അങ്ങോട്ട് മെഡിസിനായിട്ടും പിന്നെ അയക്കുന്നുണ്ട്. രണ്ടും കൂടെ ഒന്നിച്ചു പോകുന്നതാണ് കുറച്ചുകൂടെ. സാറ് കാര്യങ്ങൾക്ക് വലിയ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയി ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും എത്തുന്ന ഒരു കാലഘട്ടത്തിൽ സാറെ പോലെ ആളുകൾ അതിനൊരു മാർഗം നിർദ്ദേശിച്ച് ഇത്തരത്തിലുള്ളൊരു കൗൺസിലിംഗ് സെന്റർ ആരംഭിച്ചതിലും അത് തുറന്നു പോകുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം, സാറുമായിട്ട് ബന്ധപ്പെടുക. നിറഞ്ഞോ